ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദീപ്തി ടീച്ചറിൻ്റെ ഒരു വീഡിയോ ആണ്. അത് ദീപ്തി ടീച്ചറിൻ്റെ ചാനലിൽ അമ്മുവിൻ്റെ ചാനലിൽ വന്നതാണ്. അപ്പം ഇപ്പോൾ ദീപ്തി ടീച്ചർ വിവാദ നായികയാണല്ലോ. പറയുന്ന കുറേ ആൾക്കാർ വിമർശിക്കുന്നുണ്ട്, എതിർക്കുന്നുണ്ട്, കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു അവസ്ഥയാണ്. രണ്ട് ചേരിയിലും ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്യാനും വിമർശിക്കാനും എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ഒരു അവസ്ഥ ഞാൻ പറയാം. ഒരു പീഡനത്തിനിരയായി ഭർത്താവും എല്ലാവരുടെ പീഡനത്തിന് ഇരയായി ഉപദ്രവിക്കുന്നതിൻ്റെ സൈക്കോ ഭർത്താവൊക്കെ ആകുന്നതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി മരിക്കുവാണെങ്കിൽ മരിച്ചു കഴിയുമ്പോഴത്തേനും ആ പെൺകുട്ടി അയ്യോ അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു, അയ്യോ ഇങ്ങനെ ചെയ്യത്തില്ലായിരുന്നു എന്നും പറഞ്ഞ് കമൻറ്റ് ബോക്സ് നിറഞ്ഞ് കമൻറ്റ് വരും. ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുണ്ട്. എല്ലാവരും ആ പെൺകൊച്ചിൻ്റെ പുറകെയായിരിക്കും. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ ആ കൊച്ചി ഈ ദുരിതം മുഴുവൻ അനുഭവിക്കുമ്പോൾ അതിൻ്റെ സ്വന്തം കൂടപ്പിറപ്പുകളോ അതിൻ്റെ സ്വന്തം അച്ഛനും അമ്മയും പോലും അതിന് സപ്പോർട്ട് ഉണ്ടാവില്ല. ഇപ്പം തന്നെ ജിസ്മോളുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒരു വാചകം ഞാൻ മനസ്സിൽ പിടിച്ച ഒരു വാചകം. അതിൻ്റെ അച്ഛൻ ആ മീഡിയയുടെ മുന്നിൽ നിന്ന് മോങ്ങിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ മോൾ ആത്മഹത്യ ചെയ്യില്ല, എൻ്റെ മോൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, ഫീരിക്കളല്ലേ ആത്മഹത്യ ചെയ്യുന്നത് അച്ഛാ, ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ഒന്ന് നമ്മളവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഒരു മകളെ കെട്ടിച്ച് വിട്ടിട്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാരണം ആ ഭർതൃഗ്രഹത്തിലുണ്ടെന്നുള്ളത് ആ കൊച്ച് പറഞ്ഞ് അച്ഛന് മനസ്സിലായി. അപ്പോൾ അച്ഛൻ ആവശ്യപ്പെടുന്നത് എന്താണ് ആ കുട്ടിയോട്, നീ എല്ലാം സഹിച്ച് അവിടെ നിന്നോണം, പക്ഷേ നീ ആത്മഹത്യ ചെയ്യരുത്. എന്നാൽ അതൊരു സ്വാർത്ഥതയല്ലേ. ആത്മഹത്യ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവരുടെ മകളെ കാണണം, അല്ലെ അവരുടെ അഭിമാന പ്രശ്നം. അതുകൊണ്ട് നീ സഹിച്ച് നിന്നോണം. അത് പിന്നെ ഭൂലോകത്താരും അറിയല്ല, രഹസ്യമാണല്ലോ അവിടെ സഹിക്കുന്നത്. പക്ഷെ ആത്മഹത്യ ചെയ്താൽ എല്ലാവരും അറിയാം. അങ്ങനെ പല പ്രശ്നം അതിൻ്റെ അകത്ത്. അതുകൊണ്ട് നീ ആത്മഹത്യ ചെയ്യരുത്, പക്ഷെ എല്ലാം സഹിച്ച് അവിടെ നിന്നു. ഇതല്ലേ അച്ഛൻ പറയുന്നത്. നേരെ തിരിച്ച് ആത്മഹത്യ ചെയ്യേണ്ട സിറ്റുവേഷനിലൂടെയാണ് സ്വന്തം മകൾ കടന്നു പോകുന്നതെങ്കിൽ നീ ആ രണ്ട് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഇനി പോരെ, ഞങ്ങളുണ്ട് നിൻ്റെ പുറകിൽ. ഒന്നുമല്ലേ ജിസ്മോൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, വക്കീലായിരുന്നു. ഞങ്ങളുണ്ട്, നിൻ്റെ മക്കളെ ഞങ്ങൾ വളർത്താം, നീ ജോലിക്ക് പോകും, മക്കളല്ലേ പെട്ടെന്ന് വളർന്നോളൂ, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, നീ അവനെ ഇട്ടേച്ച് പോകേണ്ടി, നിൻ്റെ കൂടെ ഞങ്ങളുണ്ട് എന്നൊരു വാക്ക് ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന എത്ര മാതാപിതാക്കൾ പറയാൻ തയ്യാറാകും എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ്. പറയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു വിഭാഗം പെൺകുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, കല്യാണം കഴിച്ച് വിട്ടാൽ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരും ഒക്കെ തുടക്കത്തിൽ നല്ല പീഡനം കഴിച്ചാൽ ഇവർ ജീവനോടെ വീട്ടിൽ പറയില്ല. ഇവർക്ക് ഒടുക്കത്തെ ദുരഭിമാനമുണ്ട് പെൺകുട്ടികൾക്ക്. ഇനി പെൺകുട്ടികളുടെ ദുരഭിമാനത്തിന് നല്ല പോലെ കിട്ടിക്കഴിയുമ്പോൾ അവരുടെ ആ ദുരഭിമാനം മാറിയിട്ട് അവർ വീട്ടിൽ വന്ന് പറയും. അപ്പം ദുരഭിമാനം തുടങ്ങുന്ന വീട്ടുകാർക്കാണ്. അയ്യോ ഇവൾ കയറും പൊട്ടിച്ച് ഇങ്ങോട്ട് വന്ന് അയൽക്കംകാരെല്ലാം അറിയും, ബന്ധുക്കാരറിയും, എൻ്റെ സമൂഹത്തിലെ എൻ്റെ സ്ഥാനം, മകൾ കെട്ടുപൊട്ടിച്ച് വന്ന് നിൽക്കുന്നു, ഇങ്ങനെ എടുത്തും അവരും ഇത് ഒതുക്കാൻ നോക്കും. ഇങ്ങനെയൊക്കെയാണ് ഒരു രീതി. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് മോങ്ങാൻ അവരൊന്നാം സ്ഥാനത്ത്. ഇന്നലത്തെ തുഷാരയുടെ വീഡിയോ ഞാൻ ചെയ്തപ്പം അതിൻ്റെ അകത്ത് വന്ന എല്ലാ ക്വസ്റ്റ്യനും ഈ പെൺകുട്ടിയെ പട്ടിണിക്കിട്ട് മാസങ്ങളോളം വർഷങ്ങളോളം പട്ടിണിക്കിട്ട് പച്ചരി, പച്ചവെള്ളം, പഞ്ചസാര ഇതാണ് ഇടയ്ക്ക് കൊടുത്തത്. 27 വയസ്സുള്ള തുഷാര 22 കിലോ ആയി മാറുന്നു. ഇവർ പറഞ്ഞ അയൽവക്കത്തെല്ലാം വാർഡ് മെമ്പർ ഉൾപ്പെടെ രാഷ്ട്രീയക്കാരെല്ലാം എല്ലാ സാമൂഹ്യ പ്രവർത്തകരെ എല്ലാവരും അറിയുന്നത് ഒരു കിടപ്പ് രോഗി എന്നാണ്. ആ കെട്ടിയവനും ഭർത്തമാതാവും പറയുന്നത് കേട്ട് ജനങ്ങൾ അയൽക്കംകാരൊക്കെ വിശ്വസിക്കാം. നമ്മളിനി അവരെ ഒന്നും കുറ്റപ്പെടുത്തണ്ട, അവർ വിശ്വസിച്ചു പോട്ടെ, കിടപ്പ് രോഗിയാണ്, തളർവാദം വന്ന് കിടക്കുന്നതാണ് എന്ന് വിചാരിച്ചു. പക്ഷേ ഇവരുടെ വീട്ടുകാരോ സ്വന്തം മകൾക്ക് കിടപ്പായി പോയി മകള്, അത് എന്നോർത്ത് ഇവരെ കാണാൻ സമ്മതിക്കുന്നില്ല, മകള് കിടപ്പുമായി. അപ്പോൾ ഇവരെന്താണ് ചെയ്യണ്ടേ? നിങ്ങൾ ഇത്രയും കാലം ചികിത്സിച്ചിട്ട് ഈ കിടപ്പും രോഗത്തിൽ നിന്ന് എണീക്കുന്നില്ലല്ലോ, മാറുന്നില്ലല്ലോ അസുഖം, അപ്പം ഞങ്ങൾ കൊണ്ട് നോക്കിക്കോളാം, ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് എന്ന് അവരോട് എന്ന് പറയുക. അപ്പോൾ അവരത് തരികയല്ല, ഓടിച്ച് ഇവരെ വിടുകയാണ്. ഇവരടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയോ കോടതി കൊണ്ടുപോയോ KPS കോർപ്പസ് ചെയ്ത കേസ് കൊടുത്താൽ തീർച്ചയായിട്ടും ഈ പെണ്ണിനെ വിട്ടുകിട്ടും. അപ്പോൾ ആ തുഷാര ജീവിച്ചിരിക്കുമായിരുന്നേ. അപ്പോൾ ഇവിടെ ആ ആങ്ങള, അതായത് തുഷാരയുടെ സഹോദരൻ ഇന്നലെ മീഡിയയ്ക്ക് മുന്നിൽ പറയുക, ഇവരെ ഇങ്ങനെയൊന്നും ജയിലിലോട്ട് ജീവപര്യന്തം ശിക്ഷിച്ചാൽ പറ്റിയല്ല, അവരെ വധശിക്ഷയ്ക്ക് വിധിക്കണം. എൻ്റെ പെങ്ങൾ അനുഭവിച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഈ ശിക്ഷ കിട്ടിയാൽ പോരെന്ന്. അവന് നല്ല തണ്ടും തടിയുണ്ട്, അവന് നല്ലപോലെ പണിയെടുത്ത് സ്വന്തം പെങ്ങളെ നോക്കിക്കൂടായിരുന്നു, വിളിച്ചിറക്കിക്കൊണ്ട് വന്ന്. അതൊന്നും ചെയ്യാതെ മീഡിയയ്ക്ക് മുന്നിൽ നിന്ന് കോടതി കൊടുത്ത ശിക്ഷ പോരെന്ന്. ആദ്യം ശിക്ഷിക്കേണ്ട ആരായിരുന്നു? അവനെ പിടിച്ചിരുന്നു ആദ്യം. അതായത് രോഗിയാണ് പെങ്ങളെന്ന് അറിഞ്ഞിട്ടും അതിനെ വിളിച്ചോണ്ട് വന്ന് നല്ല മരുന്ന് കൊടുത്ത് ചികിത്സിക്കാൻ രക്തബന്ധം ഇവർക്കല്ലേ, അല്ല ഭർത്ത വീട്ടുകാർക്കല്ലല്ലോ ആ കുട്ടിയോട് തുഷാരയോട് രക്തബന്ധം.
ഇവർക്കാണ് രക്തബന്ധമുള്ളത്. അപ്പോൾ ഇവരല്ലേ ഇത് ചെയ്യണ്ടേ? ഇവരത് ചെയ്തില്ല. ഇവർ സൗകര്യത്തിൽ അങ്ങ് നിന്ന് കൊടുത്തു. അസുഖമല്ലേ, അസുഖം വന്നതിനെ അവർ ചുമക്കട്ടെ, കെട്ടിച്ച് വിട്ടില്ലേ, ഇത്ര 20 പവനും 2 ലക്ഷം രൂപ കൊടുത്തില്ല, 20 പവനും ഒക്കെ കൊടുത്ത് വിട്ടല്ലേ, അവിടെ അവർ നോക്കട്ടെ എന്നുള്ള രീതി. അതായത് പെൺകുട്ടികളെക്കുറിച്ചൊരു പണ്ട് തൊട്ടേയുള്ളൊരു വാക്കുണ്ട്, വളർത്തുന്ന അച്ഛനും അമ്മയും ആ പെണ്ണിൻ്റെ വീട്ടുകാർ വെറും കാവൽക്കാർ മാത്രമാണ്. കുറച്ച് കാലം അവരെ നോക്കുന്ന വെറും കാവൽക്കാരാണ്, കെട്ടിച്ച് വിടാൻ വേണ്ടിയാണ് അവരെ വളർത്തുന്നത്. ഇതൊക്കെ പണ്ട് ആരോ പറഞ്ഞു വെച്ചിരിക്കുന്ന കുറേ മിഥ്യാധാരണകളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കണ്ടെന്നായിരിക്കും. അതിൻ്റെ വാചകം നിങ്ങൾക്കറിയില്ല. ഇന്ന് അരുൺകുമാർ പറയുന്നുണ്ട്, കെട്ടിച്ചയക്കുക. ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ അയക്കുന്നത്? അങ്ങനെ അയക്കുക എന്നുള്ള ആ വാക്കിൽ ആ മീനിങ് കിടപ്പുണ്ട്. അയച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ പുറന്തള്ളി പടിയടച്ച് പിണ്ടം വെക്കുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നാൽ നമ്മൾ വെറും വിരുന്നുകാർ. ഇപ്പം ഇതെന്താ പറയാൻ കാര്യം എന്ന് ചോദിച്ചാൽ, ദീപ്തി ടീച്ചറിൻ്റെ സൈക്കോ ഭർത്താവ് അവരെ ചെയ്ത ഉപദ്രവങ്ങൾ ഇന്ന് അമ്മു അവരുടെ ചാനലിൽ ഇരുന്ന് പറയുന്നത് കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അയാളുടെ കൈ കൊണ്ട് ചാവേണ്ട ആളായിരുന്നു. ചത്തിരുന്നെങ്കിൽ ഇന്ന് വിമർശിക്കാൻ ഒരാൾ പോലും ഉണ്ടാവില്ല. എല്ലാവരും അയ്യോ അയ്യോ അങ്ങനെ ആയിരുന്നോ ഇങ്ങനെ ആയിരുന്നോ എന്ന് ചോദിക്കും. ഇതിൻ്റെ അകത്ത് ദീപ്തി ടീച്ചറിൻ്റെ കുറ്റമായിട്ട് ആൾക്കാർ പറയുന്നത് എന്നാ വെച്ചാൽ ഏട്ടാന്ന് വിളിച്ച് നല്ലത് മാത്രം വീഡിയോയ്ക്ക് മുന്നിൽ പറഞ്ഞിട്ട് പിന്നെ ഒരു സുപ്രഭാതത്തിൽ കുഞ്ഞാവെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇയാൾ എക്സ് ഹസ്ബൻഡിനെ മോശം പറയുന്നു. ശരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ. പെണ്ണുങ്ങൾ, സ്ത്രീകൾ പൊതുവെ അഭിമാനമുള്ളവരാണ്. അവർ ഹസ്ബൻഡ് എത്രമേൽ ഉപദ്രവിച്ചാലും സ്വന്തം വീട്ടിൽ പോലും പറയത്തില്ല. കുറേ അധികം പെൺകുട്ടികളെ എനിക്കറിയാം. സഖി കെട്ട് നല്ലത് കിട്ടിക്കഴിയുമ്പോഴാണ് വീട്ടിൽ പിന്നെ പറഞ്ഞു കൊടുക്കുന്നത്. ചില പെൺകുട്ടികൾ ഉള്ളതിൻ്റെ 10 അട്ടി എന്ന് പറഞ്ഞ് അവിടെ ഇവിടെ അങ്ങോട്ട് അടി ഉണ്ടാക്കുന്ന പിള്ളേരുണ്ട്. എന്നാൽ കൂടുതൽ പേരും അങ്ങ് സഹിക്കും. അങ്ങനെയാണ്. ഇവിടെ ദീപ്തി ടീച്ചറിനെ ഇയാൾ ഇതുപോലെ ഉപദ്രവിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാചകം എന്താണെന്ന് ചോദിച്ചാൽ, നന്നാവും. പിന്നെ ഇവരുടെ അണ്ണാനി അച്ഛൻ ഇവരുടെ എല്ലാം കാലെ കെട്ടി വീണ് ഇവർ ദേഷ്യത്തിൽ ചെല്ലുമ്പോൾ ഇവരെ കാലെ കെട്ടി വീണ് ഇയാളെ വിജയ് എന്ന് പറയുന്ന ഹസ്ബൻഡിനെ ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞ് തൊഴുതു പിടിച്ചിരിക്കുക. അപ്പോൾ ഇവരുടെ എല്ലാം ദേഷ്യം ആവിയായി പോകുന്നു. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെ അതിൻ്റെ ആങ്ങളെ അച്ഛനും എല്ലാവരും വിളിച്ച് അടിച്ച് അവൻ്റെ ആങ്ങളയുടെ സഹോദരൻ്റെ നാട്ടുകാരോടെ കൂടി അവനെ അടിച്ച് ചമ്മന്തിയാക്കി അന്ന് നേരെയാക്കിയനെ. ഒറ്റ അടി കിട്ടി അവൻ നേരെയായനെ. അടി കൊടുക്കുമെന്നൊരവസ്ഥ വന്ന് അവനിട്ട് അടി കിട്ടുമെന്ന് മനസ്സിലായി. ഈ കംപ്ലൈൻറ്റ് പറഞ്ഞ ഭാര്യ നിൽക്കുക കേട്ടോ. അവൾ ആ നിമിഷം എന്ത് ചെയ്യുന്നറിയാം, ഒരൊറ്റ ഓട്ടത്തിന് അവരുടെ കിണർ താഴെയാണ്, കിണറ്റിൻ്റെ അങ്ങോട്ട് ഒരൊറ്റ ഓട്ടം കിണറ്റി ചാടാൻ. പെങ്ങൾ കിണറ്റി ചാടാൻ പോകുമ്പോൾ പിന്നെ അളിയനെ തല്ലാൻ പറ്റില്ല. അപ്പം നാട്ടുകാരും തല്ലിയില്ല, സഹോദരനും തല്ലിയില്ല. എന്തിനാ അവൾ ഓടിയത്? കെട്ടിയോനെ അടി കിട്ടാതിരിക്കാൻ. ഇതാണ് പെണ്ണുങ്ങളെന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഇവരുടെ ദീപ്തി ടീച്ചറും ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും കാലം. പക്ഷേ വീഡിയോ കാണുന്നവർക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഏട്ടാന്ന് വിളിച്ച് വലിയ സ്നേഹം കാണിച്ചിട്ട് പിറ്റേ ദിവസം തൊട്ട് അയാൾ വലിയ സൈക്കോ ആണെന്ന് പറയുന്നത്. അത് കുഞ്ഞാവെ കിട്ടിയോണ്ടാണ് ജനങ്ങൾ. അതിൻ്റെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു ഫാമിലി വ്ളോഗിൽ അവർ ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്ന ഒന്നും അല്ല ശരി, അതിൻ്റെ പുറകിലുണ്ട്. കാരണം പ്രണവ് പ്രവീൺ വിഷയം നമ്മളിവിടെ കണ്ടതാണ്. ഇതുപോലൊരു ചേട്ടാനിയന്മാരെ നമ്മൾ കണ്ടിട്ടില്ല. ഇതുപോലൊരു സ്നേഹമുള്ള ഫാമിലി നമ്മൾ കണ്ടിട്ടില്ല. അതിൻ്റെ എൻഡിങ് എന്തായിരുന്നു നിങ്ങൾ കണ്ടായിരുന്നല്ലോ. എന്ത് നല്ല അടിയായിരുന്നു. അവിടെ ആ പെങ്കൊച്ച് പ്രവീണിൻ്റെ ആണോ ഭാര്യ കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടത് നിങ്ങൾ കണ്ടല്ലേ, അടിയൊക്കെ കിട്ടിയിട്ട്. അതാണ് യാഥാർത്ഥ്യം. എല്ലാ ഫാമിലി വ്ളോഗിൻ്റെ ക്യാമറയ്ക്ക് ബിഹൈൻഡ് ദ സീൻ വളരെ ശോകമാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഏട്ടാന്ന് വെച്ചാൽ നിങ്ങളോടൊക്കെ പറഞ്ഞ് സ്വന്തം വീട്ടിലെ സ്വന്തം പല്ലട കുത്തി നാറ്റിക്കേണ്ടെന്ന് പഴമക്കാർ പറയുന്ന പോലെ ആ ഒരു വിചാരത്തിൽ വീഡിയോയ്ക്ക് മുന്നിൽ പറയാതിരുന്ന അവരനുഭവിച്ച ഇവിടെ അമ്മു പറഞ്ഞു തുടങ്ങുന്നൊന്ന് കേൾക്കാം. ഒരിക്കൽ ഞാൻ കുറച്ചു കാലം അവിടെ ആയിരുന്നു. അവിടെ അങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിൽ പുറത്ത് പോയിട്ട് മുറ്റത്ത് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ആ അടുക്കള വാതക്കത്തിന് അന്ന് മറ്റേ ചെറിയ തിണ്ടുണ്ടല്ലോ അതെടുത്തിട്ടില്ല. അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വിജയ് ഇങ്ങനെ അമ്മൻ്റെ അല്ല ദീപ്തിയുടെ കഴുത്തേൽ ഇങ്ങനെ 2 കൈകളും മണ്ടി നിർത്തിട്ട് കൂട്ടി പിടിച്ചിട്ട് ഇവളെ ഡോർ തെള്ളി. അവളപ്പോൾ ഡോറെ പിടിച്ചിരിക്കുക. ആ തള്ളോടുകൂടി ഇവള് തലമുറ്റി മുറ്റത്ത് വീണു. ഞാനാണ് ഇവളെ എടുത്ത് ചേച്ചി ബലമായിട്ട് വിളിച്ചോണ്ട് പോയതാ. ചിറ്റാറിന് എങ്ങാണ്ട് വിളിച്ചോണ്ട് പോയി. ഞാൻ കോരി എടുത്തു വന്നപ്പോൾ ഞാൻ ചെറുതോ വിജയ് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു മിണ്ടരുത്, ഒരു വല്ലാത്തൊരു മുഖത്തോടെ ഇങ്ങനെ മിണ്ടരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മിണ്ടണമായിട്ട് ഞാൻ തീരുമാനിക്കുക, എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ട് പെരക്കാക്കുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഫിക്സും കൂടെ പറഞ്ഞു. ചേച്ചിക്ക് ഫിക്സും അപ്പോൾ എല്ലാവരും കൂടി അവിടെ കാലും കൈയെല്ലാം തിരുമ്മി ശരിയാക്കി താക്കോലൊക്കെ കൊണ്ട് കൈ കൊടുത്ത് അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് റൂമിൽ കയറി കഥ അടച്ചു. ഞാൻ ചെന്ന് തട്ടി ഡോർ തുറന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്നത് പറ്റത്തില്ല, അവൾ തന്നെ വീണതല്ല, നീ അവിടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വെളിയിലേക്ക് തള്ളിയതാ, എന്തിനാ അവളെ അങ്ങനെ ചെയ്യുന്നപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ നടപ്പിലാക്കുന്നത്. ഞാൻ പറഞ്ഞാൽ നീ ഇവിടെ നടപ്പിലാക്കത്തില്ല.
ഞാൻ ഇന്നാളെ പണ്ടേ അവളോട് പറഞ്ഞത് ഇനി ഒഴിവാക്കുന്ന ഞാൻ പല പ്രാവശ്യം അവളോട് പറയുന്നത്, അത് അവൾ കേട്ടില്ല. ശരിയാകും എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു. ഇനിയും ശരിയാക്കണ്ട, ഇനി നീ അവിടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന നല്ലത്, നീ പറയാനുണ്ടോ? എന്നിട്ടും ചേച്ചി പിടിച്ചു തന്നു. ആ ഒരു വൃത്തിയായിട്ടവനെ ഞങ്ങളെല്ലാരും പറഞ്ഞു അന്ന് കളഞ്ഞേച്ച് പോയി ചേച്ചി കളഞ്ഞു. ഇല്ലടി നന്നാവും, എനിക്കറിയാം ഏട്ടനെ നന്നാവും പറഞ്ഞിട്ട് എത്ര നാളാ ഒരു കാലന്റെ പുറകെ നടന്നത്, എത്ര നാള്. പിന്നെ ഒരു കാര്യം കൂടെ, ഒരിക്കൽ പോലും ദീപ്തി അറിഞ്ഞിട്ടില്ല വിജയ്ക്ക് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടെന്നുള്ള കാര്യം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അത് മറച്ചു വെച്ച് ഈ സമൂഹത്തിൽ എത്രയോ ആൾക്കാർ അങ്ങനെ ഓരോ ആൾക്കാരുടെ ജീവിതം തുലയ്ക്കുന്നുണ്ട്. അതിന് ദൃസാക്ഷികൾ എത്രയോ പേരുണ്ട്. ഒരിക്കൽ പോലും അവളോട് പറഞ്ഞിട്ടില്ല. അവളും ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. അവളവിടെ അവൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, അവൻ്റെ അമ്മയായിട്ട് സഹകരിച്ചിട്ടുണ്ട്, അവൻ്റെ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും നല്ല അറിവും നല്ല വിവരവും നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. എന്നിട്ട് പോയി എനിക്കൊരു കാര്യം തോന്നുന്നുണ്ട്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിവരം ഉണ്ടെന്ന് അഭിനയിക്കുന്നത് വിദ്യാഭ്യാസമുള്ളവരാണ്. എൻ്റെ തോന്നലാണ് കേട്ടോ, അത് ഞാൻ ആരെയും ഒരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല, എൻ്റെ തോന്നലാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ചെറ്റത്തരം കാണിക്കുന്നത്. ഇതിനകത്ത് അമ്മ പറയുന്നത് കേട്ടോ, ഇത്രയെല്ലാം ഉപദ്രവിച്ച് എങ്ങനെയെങ്കിലും അയാളെ ഒന്ന് പറഞ്ഞു വിടുക, അയാളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഇല്ല, നേരെയാകും എന്ന് പറഞ്ഞ് ദീപ്തി നിന്നാണ്. ഇതുപോലെ നിൽക്കുന്ന ആളെ എനിക്കിപ്പോഴും അറിയാം, നേരെയാകും, നാളെ ഒരു സുപ്രഭാതം നേരെയാകും. ഇതിൻ്റെ കാര്യം എന്താണെന്നറിയാം, വെള്ളം അടിച്ച് കഴിയുമ്പോഴാണ് ഇവർ ഈ സൈക്കോ സ്വഭാവം കാണിച്ച് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. വെള്ളം ഇറങ്ങുമല്ലോ, വെള്ളം പോയി കഴിഞ്ഞ് ഇവർ നോർമലാകുന്ന മണിക്കൂറുകളും ഉണ്ട്, അല്ലാതെ മുഴുവൻ നേരം വെള്ളമല്ലല്ലോ. നോർമലാകുന്ന സമയത്ത് ഇവർ ചെയ്തെല്ലാം ഒന്നും ഓർമ്മയില്ലായിരിക്കും, കുറേയൊക്കെ അഭിനയമുണ്ട്, എന്നാലും ചെയ്തെല്ലാം ഓർമ്മയുണ്ടാവില്ല. എന്നിട്ട് വന്നിട്ട് ഞാൻ മോളെ അങ്ങനെ ചെയ്തോ, മോളെ ഇങ്ങനെ ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അങ്ങോട്ട് കാലെ കെട്ടിക്കിടന്ന് ക്ഷമ പറഞ്ഞ് മാപ്പ് പറഞ്ഞ് സ്നേഹം കൊണ്ട് അങ്ങ് പൊതിയും. ഈ പെണ്ണുങ്ങൾ അത് വിശ്വസിക്കും. അതാണ് പിന്നെ ഇതിൻ്റെ അകത്തൊരു സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, സ്വന്തമായിട്ട് തേടി കണ്ടുപിടിച്ച കെട്ടിയോനാണെങ്കിൽ അതൊരു കുറ്റബോധമായിട്ട് ഉള്ളിക്കിടക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇയാളെ എങ്ങനെയാലും നേരെയാക്കി എടുക്കാനേ നോക്കുള്ളൂ. ഇതിനെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നേരെ വരും, നീ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ, നീ തന്നെ തെരഞ്ഞു പിടിച്ചാലേ ഇപ്പം എന്തായി അനുഭവിച്ചോ എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടെ വരും. അത് ആരും ചോദിക്കുന്നില്ലെങ്കിലും ഈ പെൺകുട്ടികൾക്കറിയാം അതെല്ലാവരുടെ ഉള്ളിലും ഉണ്ടെന്ന്. അതുകൊണ്ട് ഇവർ സ്വന്തമായിട്ട് തേടുന്ന കെട്ടിയവന്മാരെ എന്തെല്ലാം ഉപദ്രവിച്ചാലും കഴിയാവധി ഇവർ പിടിച്ചു നിൽക്കും, മാറും എന്ന് പറഞ്ഞു. പിന്നെ ഇയാളെ വെള്ളം അടിച്ചിട്ടാണ് ദീപ്തി ടീച്ചറിനെ ഉപദ്രവിക്കുക. അപ്പോൾ വെള്ളം അടിച്ചതിന് അഡിക്ഷൻ സെൻറ്ററിലൊക്കെ എപ്പോഴും കൊണ്ട് ഇടുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ കിടന്നിട്ട് എന്തെങ്കിലും നേരെയായി വരും എന്നും പറഞ്ഞായിരിക്കും ഈ നീട്ടിക്കൊണ്ട് പോകുന്നത്. ശരിക്കും ഈ വെള്ളം അടിക്കുന്നവന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ നന്നാക്കാനൊന്നും നോക്കി അവർ നന്നാവില്ല. കുറച്ച് കാലം അവർ നന്നായിട്ടായിട്ട് അഭിനയിക്കും. ഇതൊക്കെ സൈക്കോളാണ്, ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കളയണം. പക്ഷേ ഇപ്പോഴും ഇതൊന്നും ചെയ്യല. ഇപ്പോഴും ദീപ്തി ടീച്ചറിൻ്റെ ഇപ്പോൾ ഈ അനുഭവം പറഞ്ഞ പോലെ ഇതേപോലെ കിടക്കാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ വരെയും വെളിയിലിറക്കി, വീടിന് വെളിയിൽ ഇട്ടിട്ട് വെളുപ്പാങ്കാലത്ത് വരെ പ്രഗ്നൻ്റ് ആയ പെണ്ണിനെ വീടിന് വെളിയിൽ നിർത്തിയത്, ഇരിക്കാൻ സ്ഥലമില്ല, നിർത്തിയ ഒരാളെ എനിക്കറിയാം. ഇപ്പോഴും ആ പെൺകുട്ടി അയാളുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ എന്താണ് പറയേണ്ടത്? എന്ത് പീഡനം ചെയ്താലും സഹിക്കും പെണ്ണ്, എല്ലാ സൗകര്യവും ഉള്ളവർ. അല്ലാതെ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് നിങ്ങൾ കുറേ ആൾക്കാർ അതൊക്കെ നുണ പറയുന്ന ഒന്നും നുണയല്ല. ഇതിൻ്റെ 10 ഇരട്ടി സഹിച്ച് നിൽക്കും പെണ്ണുങ്ങൾ. അടുത്ത കേൾക്കാം. എത്രയൊക്കെ ഇവർ മാറി എന്ന് പറഞ്ഞാലും നമുക്ക് പോയി കാണണ്ടേ. അങ്ങനെ ഞാൻ ഏട്ടന് കുഞ്ഞിയുടെ മുട്ടയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ കിടു ഇതുപോലെ ചേച്ചിയുടെ മടിയിൽ നിന്ന് ചോറുണ്ടോ. വിജയ് അത്രയും നേരം അവിടെ ഒരു ചാരി കസേര ഉണക്കത്തെ കസേര ഉണ്ടായിരുന്നു, അതേ ചാരി കിടന്നുകൊണ്ട് TV കാണുന്നു. എന്തോ ഞങ്ങളെ കാണുമ്പോഴേ പുള്ളി ചീത്ത വിളിക്കുന്നു. ഞങ്ങളുടെ വണ്ടി ആ മുറ്റത്തോട്ട് വരുമ്പോൾ തന്നെ പുള്ളി ചീത്ത വിളിക്കുന്നു. എന്നിട്ട് അതൊന്നും മൈൻഡ് ചെയ്തില്ല കേട്ടോ. അന്നേരമൊക്കെ ബോധമില്ലല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏട്ടനും കുറേ മാക്സിമം പിടിച്ചേക്കുന്നു. എന്നിട്ട് ഇതുപോലെ കുഞ്ഞിന് ചോറ് കൊടുത്തോണ്ടിരിക്കുവാണേ. ഞാൻ ആ ടേബിളിൻ്റെ അടുത്തൊരു കസേരയിൽ ഇരിക്കുന്നു, ഏട്ടന് അവിടെ തന്നെ എൻ്റെ അടുത്ത് തന്നെ ഒരു കസേരയിൽ ചാരി ഇരിക്കുന്നു. പെട്ടെന്ന് പാത്രം വലിച്ച് തറയിലടിച്ച് കുഞ്ഞിനെ ദീപ്തി ചേച്ചിനെ തട്ടിപ്പറിക്കാൻ നോക്കുക. എന്തിനാ കാലുമാരി തറയിലടിച്ച് ഞാൻ ഇതിനെയൊന്ന് കൊല്ലുമെന്ന് തോന്നുന്നു. എന്നെ ദൈവമേ, അന്നേരത്തേക്ക് സുലുവമ്മ അലറുവാണോ ദീപ്തി ചേച്ചി ബലം പിടിച്ച് നിൽക്കുവാണോ? അല്ല, ഏട്ടൻ അന്ന് ഒരു അക്ഷരം പോലും പറഞ്ഞില്ല. ഏട്ടൻ അറിയാം, ഏട്ടൻ ചേച്ചി ഒന്ന് നോക്കിയതേ ഉള്ളൂ. ചേച്ചിക്ക് കാര്യം മനസ്സിലായി. കാരണം ബോധം ഇല്ലാത്തവനെ തല്ലിട്ട് കാര്യമില്ല. ബോധം ഉള്ളപ്പോ തല്ലുന്നത് അഭിനയിക്കുന്ന ചില ആൾക്കാരുണ്ട്. കള്ള് കുടിച്ചിട്ട് ആരെയും
ഇയാൾക്ക് വെള്ളം അടിച്ചിട്ടിരിക്കുന്ന ആൾക്ക് ബോധമില്ലാന്ന് ഇതിൻ്റെ അകത്ത് അമ്മു പറയുന്നുണ്ട്. സത്യത്തിൽ ബോധമില്ലെന്ന് പറഞ്ഞാൽ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ട കാര്യം, ഇവരെ കാണാൻ മേല. ഇവരെ കണ്ടാൽ ചേർത്താൻ കുറിച്ച് കാണുന്നാൽ അപ്പം തന്നെ ദേഷ്യമാണ്. അവർ താമസിക്കുന്ന വീട്ടിലോട്ട് ചെന്ന് ഈ കൊച്ചുമായിട്ട് ചെല്ലുമ്പോഴാണ് ആ കൊച്ചിനെ കാല വാരി അലക്കാനാണ് നോക്കുന്നത്. ദീപ്തിയുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് പിടിച്ച് അലക്കാനാണ് അതിനെ നോക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരോടുള്ള കലിപ്പ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഈ പീഡനമൊക്കെ നടത്തുമ്പോഴും ഈ ദീപ്തി ടീച്ചർ ഇത് സഹിച്ച് അവിടെ നിന്ന് വരും. ഇവരൊക്കെ ഉള്ളപ്പം ഇവർ പറഞ്ഞ് മാറ്റുമോ എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സൈക്കോകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആരുമായിട്ട് കോണ്ടാക്റ്റ് വെക്കാനൊന്നും സമ്മതിക്കില്ല. എന്താണെന്ന് വെച്ചാൽ അവരോട് സംസാരിച്ച് അവർ ഉപദേശിച്ച് ഇവരുടെ സ്വഭാവം മാറി ഇയാളെ ഇട്ടേച്ച് പോയാലോ എന്നുള്ളൊരു ഉൾഭയം ഇയാൾക്കുണ്ട് എപ്പോഴും. അപ്പോൾ ഈ ഇവരോടൊന്നും അമ്മൂനോടൊന്നും കൂടണ്ടല്ലേ, വീട്ടുകാരുമായിട്ടൊരു കണക്ഷൻ വേണ്ടെന്ന്. അതുകൊണ്ടാണ് ഇവരെ കാണുമ്പോൾ ഇത്ര കലി വരുന്നത്. കാരണം ഇവരാണ് അയാളുടെ ശത്രു. ഇവർ ഉപദേശിച്ച് ഡിവോഴ്സ് ആവോ എന്നുള്ള രീതിയാണ്. കാരണം ഭൂമിക്ക് മുകളിൽ ഏത് പെണ്ണ് സഹിച്ച് നിൽക്കാനാണ്? ഇയാളുടെ ആദ്യ ഭാര്യ ജീവനെ കൊണ്ട് പോയത് അങ്ങനെ ആയിരിക്കാം. ഉപദ്രവം കൂടിയ ഏത് പെണ്ണ് നിൽക്കുന്ന പെണ്ണുങ്ങളുണ്ട് കുറേയല്ല. അവസാനം ഇവന്മാരുടെ കൈ കൊണ്ട് തന്നെ അത് തീരും. അവസാനം വരെയും പെണ്ണുങ്ങൾ സഹിക്കുന്നുണ്ട്, അവസാനം ഇവന്മാരുടെ കൈ കൊണ്ട് തീരും. അതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അടുത്തത് ഒരു അമ്മു പ്രസവിച്ച് കിടക്കുമ്പോൾ ദീപ്തിയെ ഉപദ്രവിച്ച് പറയുന്നുണ്ട്. ഏട്ടൻ അവിടെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ഏട്ടൻ ആ സീനിൽ ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞില്ല. കാരണം എനിക്ക് ഓർമ്മയില്ല. എനിക്ക് എന്തോ നമ്മുടെ മേലൊക്കെ പെരുത്തു പോകത്തില്ല, ഒരു പേടിയാണോ, എൻ്റെ അകവാള് വെട്ടിപ്പോയി. ഞാൻ ഓർത്തു ചേച്ചി കഴിഞ്ഞു, ചേച്ചി ഇല്ല, തീർന്നു നോർത്തു. പാല് കൊടുത്തിട്ട് ഇങ്ങോട്ട് കിടന്നതും എന്തോ ഒരു ഒച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒച്ച. ഞാൻ ആ റൂമിൽ നിന്ന് എങ്ങനെ ഞാൻ ചാടി എണീറ്റ് ഞാൻ ആ ചേച്ചിയുടെ റൂമിൽ ഞാൻ ഓടിയെത്തിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ സ്റ്റിച്ചിൻ്റെ അവിടെ എന്തോ ഒരു തകരാറ് പറ്റിയിട്ടുണ്ട്. എനിക്ക് നല്ല വേദന എടുത്ത് എൻ്റെ സ്റ്റിച്ച് പൊട്ടി. ഇത് കേൾക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ചേച്ചി വാതിലിൻ്റെ പുറകെ മാറി നിൽപ്പുണ്ട്. ഇവൻ എന്തോ ചെയ്തു, ഞാൻ പറഞ്ഞില്ല ഒരു ഗത ഉണക്കാത്ത സാധനം ഉണ്ടെന്ന്. അതും കൊണ്ട് റൂമിൽ അലമാരിയുടെ ചില്ല് അടിച്ചുടച്ചതാണ്. ചേച്ചി അടിക്കാൻ ഓങ്ങല് ആ കണ്ണാടി ചില്ലല്ല അടിച്ച് പൊട്ടി. ആ അടി ചേച്ചിക്ക് കിട്ടിയിരുന്നെങ്കിലോ? നിങ്ങൾ പറ, നിങ്ങളെല്ലാവരും അവനെ ആക്കി ഇങ്ങനെ ആക്കി അങ്ങനെ ആക്കി എന്ന്. ഒരു മനുഷ്യൻ സഹിക്കുന്നതിന് ഒരു പരമാവധി ഇല്ലേ? ഒരു പരിധി വരെ നമുക്ക് സഹിക്കാം, അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ചേച്ചി ഇപ്പൊ ഈ ട്രോമയും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നു. ഇപ്പോഴും ആ മരുന്നെല്ലാം ഒന്ന് റെഡിയായി. എന്നും വൈകുന്നേരം വണ്ടി എടുത്ത് ദീപ്തി ഇങ്ങനെ മയക്കം വന്നു കഴിയുമ്പോൾ ഇവൻ എന്തെങ്കിലും വണ്ടി എടുത്ത് ചിറ്റാറി പോകും. എന്തൊക്കെയോ ഗുളികൾ വാരി ഇവ കൊടുക്കും. പിന്നെ 2 ദിവസത്തേക്ക് ദീപ്തി എണ്ണിക്കത്തുമില്ല, ആഹാരം കഴിക്കത്തുമില്ല, ഒറ്റ വരെ കിടക്കും. ഒരുപാട് ഗുളികൾ അവൾ അറിയാതെ ഇങ്ങനെ മയക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയുന്നില്ലല്ലോ എന്തോ കഴിക്കുന്നത്. 100 മരുന്ന് കൊടുത്ത് വായി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇവളത് ആ ഗുളികയുടെ എഫക്റ്റ് ശരിക്കും അവിടെ ശരീരത്തുള്ളത് കൊണ്ടാണ് ഇപ്പോൾ മറ്റുള്ള മരുന്നുകൾ ശരിക്കും ഒക്കെ പിടിക്കാത്ത. അതൊന്ന് ഇപ്പോൾ ഒന്ന് ചെറിയ അത് ആ മരുന്നൊന്ന് ശരീരത്തിൽ പിടിച്ചു വരുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ കാര്യം ഈ ദീപ്തി ടീച്ചർ ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. അവർക്ക് ഇത്രയധികം വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ്, ഒരു ടീച്ചറാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മരുന്ന് മേടിച്ച് കൊണ്ടുതരുമ്പോൾ അത് വാരി വെള്ളം ഒഴിച്ച് വിഴുങ്ങിയിട്ട് കട്ടിലേ കയറി കിടക്കുകയാണോ ചെയ്യേണ്ടത്? ഓൾറെഡി അവർക്ക് ഫിക്സ് എന്ന് പറഞ്ഞ ഒരു അസുഖം ഉള്ളതാണ്. അതിൻ്റെ കൂടെ ഇയാൾ വേദന സംഹാരി അല്ലേ, ഇതാണ് എന്തൊരു വിശ്വാസമാണ് അപ്പോൾ ഹസ്ബൻഡ് അല്ലേ. ഈ ഇത്രയും വിദ്യാഭ്യാസമുള്ള സ്ത്രീ ഏത് മരുന്ന് കൊണ്ട് തന്നാലും ആ മരുന്നിൻ്റെ പേര് നമ്മുടെ ഗൂഗിളിലടിച്ച് അതിൻ്റെ കണ്ടൻറ്റ്, അത് കഴിച്ചാലുള്ള ഗുണം, അത് കഴിച്ചാലുള്ള ദോഷം എന്തറിയണം, എല്ലാം ഗൂഗിളിൽ നിന്ന് കിട്ടും. ഇതൊക്കെ അറിഞ്ഞിട്ട് കഴിച്ചാൽ പോരെ. ഒരാൾ കൊണ്ട് വിഷം കൊടുത്താൽ ഇവരൊക്കെ വിഴുങ്ങുപോവാ. ഇത് ചെയ്തത് തന്നെയാണ്, കാരണം ചെയ്തതല്ല, ഉണ്ടാക്കി പറയുന്നതല്ല, ഇത് ഉള്ളത് തന്നെയാണ്. പക്ഷെ ഇതൊക്കെ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ ചെയ്യുമെന്നുള്ളതാണ്. കാരണം നമുക്ക് കേട്ടാൽ വിശ്വസിക്കാത്ത കാര്യങ്ങൾ പെൺകുട്ടികൾ ചെയ്യും. എനിക്കറിയാവുന്ന ഒരാൾ നല്ല ഗവൺമെൻറ് ജോലിയും നല്ല ഉയർന്ന തസ്തികയിലോട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അവരിപ്പോഴും ഈ പീഡനം സഹിച്ച് നിൽക്കുന്നുണ്ട്. അത് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. അവർക്ക് സ്വന്തമായിട്ട് ജോലിയില്ലേ, ഇറങ്ങി പൊക്കൂടെ, എവിടെയെങ്കിലും വീട് വാടകയ്ക്ക് എടുത്ത് അവർക്ക് മക്കളുമായിട്ട് താമസിച്ചൂടെ? സ്വന്തം വീട്ടുകാരെ പോലും ആശ്രയിക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ് ജോലി നല്ല ശമ്പളമുള്ള, പക്ഷേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതാണ് അവിടെ കിടക്കുന്ന ഒരു ചോദ്യം. അതാണ് ഇങ്ങനെ കടിച്ച് തൂങ്ങി കിടക്കും. അവസാനം ഇവർ കൊല്ലുമ്പം നാട്ടുകാരെല്ലാം കൂടെ വന്നിട്ട് നല്ല സഹതാപം അങ്ങ് രേഖപ്പെടുത്തും. നാട്ടുകാരുടെ വക ഇൻ്റർവ്യൂ മീഡിയ എടുക്കും. അച്ഛനും അമ്മയും ആങ്ങളെ എല്ലാം കൂടെ മീഡിയയ്ക്ക് വന്ന് മുന്നിൽ വന്ന് നിന്ന് മോങ്ങും. ആർക്ക് പോയി? ആ മക്കളുണ്ട്, മക്കൾക്ക് മാത്രം പോയി. ശരിക്കും പറഞ്ഞാൽ അവനെ പറയാനുള്ള ഭാഷകളൊന്നും നമുക്ക് ഇതിനകത്തോടെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം പറയാതിരിക്കുക. അത്
എന്താ പറയണ്ടെന്ന് അറിയില്ല. ചില്ലറ ഉപദ്രവമല്ല, ചവിട്ടുക, മെതിക്കുക, മുടിയെ പിടിച്ച് കുത്തി പിടിക്കുക, എന്തൊക്കെയായിരുന്നു. കട്ടിലെ കിടന്ന് ഉറങ്ങുന്നുള്ള തലമുടിയെ പിടിച്ച് വലിച്ച് താഴെ ഇടുക. അയ്യോ, ഒരു ദിവസം ഞാൻ കണ്ടുകൊണ്ടിരിക്കും ഉറങ്ങുന്ന ചേച്ചിയെ വലിച്ച് തറയിലിട്ടത്. ഫിക്സിൻ്റെ ഗുളിക വല്ലതും കഴിച്ചിട്ട് കിടക്കുവാണെങ്കിൽ നല്ല ഉറക്കമായിരിക്കും കേട്ടോ. അന്നൊരു കാലമടം പിടിച്ച് വലിച്ച് തറയിലിടും. അവനൊരു രസമായിരിക്കും ഉപദ്രവിക്കുന്നതൊക്കെ. അവൻ കുടിച്ച് ബോധമില്ലാതെ കിടക്കുവാണെങ്കിൽ പാവം വലിച്ചെടുത്ത് നമ്മള് ചില കഥകളിലല്ലാതെ കേൾക്കുന്നുണ്ട്. സിഗരറ്റ് കൊണ്ട് കുത്തുക, അപ്പൊ കത്തി കൊണ്ട് വരഞ്ഞ് ദേഹത്ത് മുറിവേൽപ്പിച്ച് രസിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില സൈക്കോകള്. അതിന്റെ വേറൊരു വേർഷൻ ഊളെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഉപദ്രവം മേടിച്ചിട്ട് ഈ ചേച്ചി പറയുന്നത് എന്തുവാ, ഇത് ഞാൻ വീണതാ, ഞാൻ ഇത് ചെയ്തപ്പോ തട്ടിയതാന്ന്. ഒരിക്കൽ ചിറിയുടെ ഇവിടെ എല്ലാം കൂടെ ഇത്ര ഈ ഭാഗം മുറിഞ്ഞ് ഇവിടെ എല്ലാം കൂടെ കരിനീലിച്ച് കിടക്കുന്നു. രാവിലെ എണ്ണിച്ച് ഞാനെന്നോടുണ്ട് എന്ത് പടിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ രാത്രി വീണതെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ കയ്യെ പിടിച്ചോണ്ട് നേരെ വിജയ് കിടന്നുണ്ട്. വിജയ് തട്ടി വിളിച്ചു വെച്ചിരുന്നു. ഇതെന്താ വിജയെന്ന്? എനിക്കറിയത്തില്ല, ഞാനെന്ത് ഞാൻ പറഞ്ഞു നീ നിന്നിച്ചെവിടുന്ന്? അത് മണിയമ്മ അങ്ങനെയല്ല മണിയമ്മ, അപ്പോഴത്തെ ഒലിപ്പിരിയോ ഇവിടുന്നല്ല വീണതാ മണിയമ്മ എന്ന് അടിച്ചതാ. കഥ മെനഞ്ഞുണ്ടാക്കാം മിടുക്കനാ, സ്പോട്ടില് നല്ല സൂപ്പർ കഥകളാ. എവിടെയാലും ജീവിച്ചിരിപ്പുണ്ടാവും. ഇവനെ നമ്മൾ ചാകരുത്, ചാകാൻ പാടില്ല. നരകം അനുഭവിക്കണം. എന്നിട്ടും കാര്യമില്ല, അങ്ങനെ ഒരുത്തൻ നരകിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ചത് മാറും. അങ്ങനെ ഇവനൊക്കെ തീരാവുള്ളൂ. ഈ ബന്ധം അങ്ങോട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കാമെന്ന് വെച്ചാൽ, ഒന്നേ ദീപ്തിയെ ഈ വിജയ് എന്ന് പറയുന്ന എക്സ് ഹസ്ബൻഡ് തീർക്കും. കാരണം അയാൾക്ക് ബോധമില്ലാത്ത സമയത്ത് അയാൾ തള്ളിയിടുക, കൈ കിട്ടുന്ന വെച്ച് അടിക്കുക, ചെയ്യാവുന്ന ഉപദ്രവമൊന്നുമില്ല. കട്ടിലെ കിടന്നുറങ്ങുന്നവരെ വലിച്ച് താഴോട്ടിട്ട് തലയൊക്കെ എവിടെയെങ്കിലുമൊക്കെ നല്ല സ്ഥാനത്ത് മുട്ടിയാൽ മതി ചത്തുപോകാൻ. അങ്ങനെ സംഭവിക്കും. ഇല്ലെങ്കിൽ ഇവരെല്ലാവരും എന്തെങ്കിലും ദീപ്തിയെ ഇയാൾ ഉപദ്രവിക്കുമ്പോൾ ഇവർ അയക്കെട്ട് വല്ലതും ചെയ്താൽ ഒന്നേ ഇവരെല്ലാം ജയിലിൽ പോകേണ്ട അവസ്ഥയെത്തും. ഇങ്ങനെയൊക്കെ തീരുള്ളൂ. ഇതെല്ലാം കഴിയുമ്പോൾ ഇപ്പം നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ അങ്ങനെയാണ് സംഭവിച്ചിരുന്നെങ്കിൽ അയ്യോ ദീപ്തി ടീച്ചറെ എന്ന് പറഞ്ഞാൽ അന്ന് കമൻ്റ് ഇടും. ഇത്രയേ ഉള്ളൂ. ശരിക്കും അവനവൻ്റെ ജീവിതം അവനവൻ നോക്കിപ്പോയത് തന്നെ നല്ലത്. ഇവിടെ കുഞ്ഞാവ എന്ന വ്യക്തി എക്സ് ഓർ വൈ ആരുമാട്ടെ അയാളെ ഉപേക്ഷിച്ചിട്ട് കുഞ്ഞാവ എന്ന വ്യക്തിയെ കല്യാണം കഴിക്കാൻ ദീപ്തി ടീച്ചർ എടുത്ത തീരുമാനമാണ് ഏറ്റവും നല്ല തീരുമാനം. കേരളത്തിലെ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന ഇന്നലെ തുഷാരയുടെയൊക്കെ ജിസ്മോള്, തുഷാര, ഷൈനി, വിസ്മയ, ഇങ്ങനെ ഒത്തിരി ഉണ്ട്. ഇപ്പം അതേപോലെ മിണ്ടാതെ അമങ്ങി എവിടെയെങ്കിലും കയറിയിരിക്കുന്ന പെൺപിള്ളേർ ഇഷ്ടം പോലെയുണ്ട്. ഇവർക്കൊക്കെ ഒരു മാതൃകയാണ് ദീപ്തി ടീച്ചർ എന്ന് ഇപ്പോഴും ഞാൻ ഉറപ്പിച്ച് പറയും. കാരണം ഉപേക്ഷിക്കേണ്ട സമയത്ത് ഉപേക്ഷിക്കാനൊരു തോന്നലുണ്ടായല്ലോ. അല്ല വീണ്ടും അയാൾ നന്നാകുന്ന പറഞ്ഞാൽ അയാളുടെ പറയുക വാലാട്ടി ഞാൻ തന്നെ തിരഞ്ഞെടുത്തല്ലേ എന്ന് പറഞ്ഞ് ജന്മം മുഴുവൻ, അതായത് അയക്ക് കിട്ടിയ ജന്മം കൊണ്ട് അയാൾക്ക് ഒരു മനുഷ്യ ജന്മം ദൈവം കൊടുത്തത് വെച്ച് ആ ഒരു ജന്മം വെച്ച് മറ്റൊരാളുടെ ജന്മം തകർത്ത് തരിപ്പണമാക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. എനിക്ക് ജീവിക്കാൻ അവകാശമുണ്ട്, അവർക്ക് ജീവിക്കാൻ അവകാശമുണ്ട്, ഇല്ലേ? നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. നമ്മൾക്ക് കിട്ടിയ ഒരു ജന്മം, ഏറ്റവും മനോഹരമായ ജന്മമാണ് മനുഷ്യജന്മം. ആ ജന്മം കൊണ്ട് മറ്റൊരാളുടെ ജീവിതം നശിപ്പിച്ച് നരകതുല്യമാക്കി കൊടുക്കുന്നവരെ വീണ്ടും ചുമന്നുകൊണ്ട് നടക്കണോ ഉപേക്ഷിക്കണം? ഉപേക്ഷിക്കുകയല്ലേ വേണ്ടേ? ശരിക്കും ദീപ്തി ടീച്ചർ ചെയ്തതാണ് ശരി. ഈ കാലവും കടന്നു പോകും എന്ന് പറയുന്ന പോലെ ഈ കാലവും ഈ വിമർശനമൊക്കെ കടന്നു പോകും. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.